മുൾക്കിരീടത്തെ ധ്യാനിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ, ആ മുൾക്കിരീടത്തെ ബഹുമാനിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ, ജപമാല ചൊല്ലി നിങ്ങൾ അതിലൂടെ ബഹുമാനിക്കണം. സമാധാനം. മൂന്നാമതൊരു കിരീടം കൊടുത്ത്, മൂന്നാമത്തെ കിരീടം ഈശോയുടെ മഹത്വത്തിന്റെ കിരീടമാണ്. ഈശോയുടെ മഹത്വത്തിന്റെ കിരീടം. ഈ മഹത്വത്തിന്റെ കിരീടം നമ്മൾ ജപമാലയിലൂടെ നമ്മൾ ആദരിക്കുകയാണ്. ഈശോയുടെ മഹത്വത്തിന്റെ കിരീടത്തെ നമ്മൾ ആദരിക്കുന്നതിലൂടെ എനിക്ക് ലഭിക്കുന്ന എന്താണ്? ഈ മഹത്വത്തിന്റെ കിരീടം, മരണശേഷമുള്ള മഹത്വത്തിന്റെ കിരീടം സ്വന്തമാക്കുവാൻ അതുവഴി നമുക്ക് സാധിക്കും. മരണശേഷമുള്ള മഹത്വത്തിന്റെ കിരീടം സ്വന്തമാക്കുവാൻ അതുവഴി നമുക്ക് സാധിക്കും. നാലാമത് ഈ പ്രകാശരഹസ്യം കൂടി ചേർക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഈശോയുടെ ജീവിതത്തിന്റെ ചൈതന്യത്തിന്റെ കിരീടം. ഈശോയുടെ ജീവിത